പ്രിയ സുഹൃത്തെ, വെൽത്ത് ക്രിയേഷനിലെ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാമോ? ഏറ്റവും ആദ്യത്തെ 1 കോടി സമ്പാദ്യം നേടുക എന്നതാണ്. ഇപ്പോൾ സപ്പോസ് താങ്കൾ ഒരു 20 വർഷത്തിനുള്ളിൽ ഒരു 10 കോടി സമ്പാദ്യം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. അതിൽ ഏറ്റവും ആദ്യത്തെ 1 കോടി സമ്പാദ്യം നേടാൻ സാധിച്ചാൽ താങ്കൾ ഏകദേശം ഒരു പകുതി വഴി പിന്നിട്ടു എന്ന് തന്നെ പറയാം. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞതിന് ശേഷം ഞാൻ കണക്കുകൾ കാണിച്ചു തരാം. ഇപ്പോൾ മലയാറ്റൂർ മല കയറാൻ വേണ്ടി പോയിരിക്കുന്ന വ്യക്തികൾക്കറിയാം. ഇപ്പോൾ മലയാറ്റൂർ മല കയറുന്ന സമയത്ത് ആ മല ഏകദേശം ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് മലയാറ്റൂർ മല വരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ 14 സ്റ്റേഷനുകൾ ഈ മല കയറുന്ന സമയത്ത് ഉണ്ട്. അതിൽ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യത്തെ 1ാമത്തെ സ്റ്റേഷനിൽ എത്തുക എന്നതാണ്. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഈ അടിവാരത്തു നിന്ന് നമ്മൾ മല കയറി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഫസ്റ്റ് സ്റ്റേഷൻ വരുന്നത് ഇവിടെയാണ്. അതിനുശേഷം സെക്കൻഡ് സ്റ്റേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ്. അതിനുശേഷം 3rd സ്റ്റേഷൻ, 4th, 5th, 6th, 7th, 8th, 9th ഇങ്ങനെ ഈ മുകളിലോട്ട് വരുന്തോറും ആ സ്റ്റേഷനുകളെല്ലാം വളരെ വളരെ അടുത്താണ്. ഇതുപോലെ തന്നെയാണ് വെൽത്ത് ക്രിയേഷൻ്റെ കാര്യത്തിലും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം ഈ ഒരു പോർഷനിൽ നമുക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 50% പണിയും തീർന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തോമിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്, കേരളാസ് നമ്പർ 1 റീറ്റെയിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ. തോമിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ വെൽത്ത് ക്രിയേഷനിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട് ആദ്യത്തെ 1 കോടി സമ്പാദ്യം നേടുക എന്നതാണ്. ഇപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. അതായത് ഇപ്പോൾ സപ്പോസ് താങ്കൾ ഇവിടെ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് 20ാമത്തെ വർഷം താങ്കൾക്ക് ഒരു 10 കോടി സമ്പാദ്യം നേടണം. അപ്പോൾ ഇതിനെ ഞാൻ ഇപ്പോൾ ഒരു 4 പോർഷനായിട്ട് തിരിക്കുന്നതാണ്. അതായത് ഇവിടെ 5ാമത്തെ വർഷം, ഇവിടെ 10ാമത്തെ വർഷം, ഇവിടെ 15ാമത്തെ വർഷം, അങ്ങനെ 4 പോർഷനായിട്ട് തിരിക്കുന്നു. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ നിന്ന് ഈ പറഞ്ഞ 20 വർഷം കൊണ്ട് 10 കോടി രൂപയുടെ സമ്പാദ്യം നേടണമെങ്കിൽ താങ്കളെ സംബന്ധിച്ച് താങ്കൾ മന്ത്ലി ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ SIP ആണ്. 1 ലക്ഷം രൂപയുടെ SIP ചെയ്ത് കഴിഞ്ഞാൽ 20 വർഷം താങ്കൾ കണ്ടിന്യൂസ് ആയിട്ട് താങ്കൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് 10 കോടി സമ്പാദ്യം നേടാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ആദ്യത്തെ 1 കോടി സമ്പാദ്യം, അതായത് താങ്കൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ 1 കോടി സമ്പാദ്യം നേടുന്നത് ഏകദേശം ഇവിടെ വെച്ചാണ്. അതായത് 6ാമത്തെ വർഷമാണ് താങ്കൾക്ക് 1 കോടി സമ്പാദ്യം നേടാൻ സാധിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ആദ്യത്തെ 6 വർഷം താങ്കൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, താങ്കൾക്കിപ്പോൾ 1 കോടി സമ്പാദ്യമായി എന്ന് വിചാരിക്കാം. അതിനുശേഷം അടുത്തൊരു 14 വർഷം താങ്കൾ വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 1 കോടി 5 കോടി രൂപയായിട്ട് അടുത്ത 14 വർഷം കൊണ്ട് മാറിയിട്ടുണ്ടാവും. ഇനി ബാക്കി വരുന്ന 14 വർഷം കൊണ്ട് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ട്, താങ്കൾക്ക് ബാലൻസ് ഒരു 5 കോടി കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ 10 കോടി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ആദ്യത്തെ 1 കോടി കണ്ടെത്താൻ താങ്കൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഈ വെൽത്ത് ക്രിയേഷൻ ജേർണിയുടെ ഏകദേശം 50% കവർ ചെയ്തു എന്ന്. എന്നാൽ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, 50% അല്ല, 75% കവർ ചെയ്തു എന്നേ ഞാൻ പറയുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവരിൽ 99% ആൾക്കാർ അവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്തത് അവരുടെ ഒരു ഹാബിറ്റ് കൊണ്ടാണ്. അവർക്ക് സ്കില്ലുണ്ടായിരുന്നു, പക്ഷേ നിരവധി വർഷങ്ങളോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ സ്കില്ല് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഹാബിറ്റ്, ഈ പറഞ്ഞ പല കാര്യങ്ങൾ കൊണ്ടാണ് ഈ 99% ആൾക്കാർക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചത്. പക്ഷേ ഈ ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നത് അത്രയും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതുവരെ ഒരു എക്സസൈസ് ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. ഒരു സുപ്രഭാതത്തിൽ നാളെ തുടങ്ങി റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നത് പ്രാക്ടിക്കലി അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 തവണയെങ്കിലും ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഇടയ്ക്ക് വെച്ച് അത് ബ്ലോക്ക് ആവും. അത് ചിലപ്പോൾ ഒരാഴ്ച ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് 1 മാസം ചെയ്യും. പക്ഷേ ഇതൊന്നും എൻ്റെ ലൈഫിലൊരു ഹാബിറ്റായിട്ട് മാറ്റാൻ എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. അതേസമയം ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഫിറ്റ്നസ് കോച്ച് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കുറച്ചുകൂടി വേഗത്തിൽ എനിക്ക് എൻ്റെ ലക്ഷ്യം, എൻ്റെ സക്സസ് എനിക്ക് പുലർത്താൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ വെൽത്ത് ക്രിയേഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഈ വെൽത്ത് ക്രിയേഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഹെൽത്തിൻ്റെ പോലെ തന്നെ ഒരു ഹാബിറ്റാണ്.
അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണക്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 കോടിയുടെ യാത്രയിൽ ഏകദേശം 6 വർഷം കൊണ്ട് 1 കോടി സമ്പാദ്യം നേടാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആംഫിയുടെയൊക്കെ പല ഡേറ്റാസ് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു അഡ്വൈസറിൻ്റെ സഹായമുള്ളതും അഡ്വൈസറിൻ്റെ സഹായം ഇല്ലാതെ നിക്ഷേപിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു നേരിട്ട്, അതായത് ആരുടെ സഹായം ഇല്ലാതെ നേരിട്ട് നിക്ഷേപിക്കുന്ന നിക്ഷേപകരിൽ 91% നിക്ഷേപകരും അവരുടെ നിക്ഷേപം 5 വർഷം പൂർത്തീകരിക്കാറില്ല. 5 വർഷം പൂർത്തീകരിക്കുക, അതിനുള്ളിൽ തന്നെ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഒരു അഡ്വൈസറിൻ്റെയോ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സഹായത്തോടെ നിക്ഷേപിച്ച നിക്ഷേപകരിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 81% ആൾക്കാർ ആണ് ഈ പറഞ്ഞ 5 വർഷത്തിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്തത്. അതായത് ഇവിടെ 9% ആൾക്കാരാണ് 5 വർഷത്തിന് മുകളിലേക്ക് പോയെങ്കിൽ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം 19% ആൾക്കാർ 5 വർഷത്തിന് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 1 കോടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 6 വർഷത്തോളം സമയം എടുത്തു. അപ്പോൾ ഈ ഒരു 6 വർഷം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് വിഡ്രോ ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നത് ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റാണ്, അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50% അല്ല 75% അച്ചീവ് ചെയ്തു എന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏകദേശം ഒരു അഡ്വൈസർ അല്ലെ ഒരു ഫിനാൻഷ്യൽ കോച്ചിൻ്റെ സഹായത്തോടെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ നേരിട്ട് നിക്ഷേപിക്കുന്നവരായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് 100% മേലെ റിസൾട്ട് കൂടുതലാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു റെക്കോർഡ്സ് ഞങ്ങൾ പരിശോധിച്ച സമയത്ത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 5 വർഷത്തിന് മുൻപ് ഞങ്ങളുടെ SIP സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ഒരു 55% ആൾക്കാരും അവർ SIPs ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ 9% നേരിട്ട് ഒരു ആരുടെ സഹായം ഇല്ലാതെ ചെയ്യുന്നവരുടെ കണക്ക്. ഇനി നമ്മളെ സംബന്ധിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വൈസറിൻ്റെ സഹായത്തോടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിപ്പോൾ നിലവിൽ 19% അതിൻ്റെ സക്സസ് റേഷ്യോ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സക്സസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55%. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഈ പറഞ്ഞ ആദ്യത്തെ 1 കോടി സമ്പാദ്യം നേടാൻ സാധിക്കുക എന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു ഹെൽത്ത് കോച്ചിനെ പോലെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫിനാൻസ് നമുക്ക് മാനേജ് ചെയ്യുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ഗൈഡ് ചെയ്യുവാൻ താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് ഒരാളെ കണ്ടെത്താൻ സാധിച്ചാൽ താങ്കൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളെ സംബന്ധിച്ച് വളരെ ഈസി ആയിരിക്കും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങളെ മിഷൻ 2035 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,000 കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതായത് അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു 10,000 കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ദൈവസഹായത്താൽ ഇപ്പം നിലവിൽ ഏകദേശം 50-ലധികം ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഈ 50-ൽ നിന്ന് 10,000-ലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. താങ്കളെ സംബന്ധിച്ച് താങ്കൾക്കും ഈ തരത്തിലുള്ള ഒരു ഗോൾ ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു 10,000-ൽ ഞാനും ഉണ്ടാകും എന്ന് പറയാൻ താങ്കൾക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തോന്നിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ.